എന്ത് ചെയ്യാൻ? എവിടെങ്കിലും കൊണ്ട് കുടിച്ചു മൂടും. ഈ ലോകത്ത് ഒരാൾ പോലും ഇത് അറിയാൻ പാടില്ല. നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം ഇതോടെ അവസാനിച്ചെന്ന് വിചാരിച്ചാൽ മതി. ആരും വരാത്ത പ്രദേശമാണ്. ആഴം ഒരുപാട് വേണോ? നായ്ക്കളോ കുറുനരികളോ ഒന്നും മാന്തി പുറത്തിരണ്ട. അതിനുള്ള കുഴിമതി. രാധികയും ഏട്ടത്തിയും എന്ത് കാണിക്കാവോ? അബദ്ധങ്ങൾ എന്തെങ്കിലും അമ്മയുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയുകയാണെങ്കിൽ? കാര്യത്തിന്റെ ഗൗരവം അവർക്ക് അറിയാന്നല്ലേ. അബദ്ധമൊന്നും കാണിക്കില്ല. ശ്രദ്ധിച്ച്. കുഴി ഇത്ര മതിയോ തമ്പുരാ? വരൂ, ചെന്ന് നോക്കാം. ഇത് മതി. പറഞ്ഞൊക്കെ രണ്ടുപേർക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നടന്ന കാര്യം ഇവിടെ വെച്ച് മറന്നേക്കുക. ലഹരി തലയ്ക്ക് പിടിക്കുമ്പോ ഇവിടെ നടന്ന എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാ, അതിനുവേണ്ടി നാവ് വളച്ചാ രണ്ടാളും ജീവനോടുണ്ടാവില്ല. ഇല്ല തമ്പ്ര, ഞങ്ങൾ ആരോടും പറയില്ല. തരുന്ന പണവുമായിട്ട് എവിടേക്കെങ്കിലും പൊയ്ക്കോളുക. ഈ നാട്ടിൽ കണ്ടുപോകരുത്. അവളെ പൊതിച്ചിങ്ങെടുത്തോണ്ട് വാ. മണ്ണിട്ട് മൂട്. അവളുടെ ദേവിയും അവളോടൊപ്പം മൂടട്ടെ. വീണേ, വീണേ, മോളെ വീണേ, വീണേ. അമ്മയോട് നമ്മളിപ്പോ എന്താ പറയാ? അവര് തിരിച്ചു വരുന്നത് വരെ അമ്മയുടെ മുമ്പിലേക്ക് നമുക്ക് പോണ്ട. വീണേ, മോളെ, മോളെ, വീണേ, എവിടെ പോയി നീ? വീണേ. അമ്മ വിളിച്ചാ അവള് ഉടനെ എത്തുമെന്ന് അമ്മയ്ക്ക് അറിയാം. ഇനിയും സമയം കഴിഞ്ഞാ അമ്മയ്ക്ക് സംശയം തോന്നും. മോളെ, എന്ത് പറയാനാ ഏട്ടത്തി? നീ വാ, തൽക്കാലം അമ്മയ്ക്ക് സംശയം ഇല്ലാതെ നോക്കാം. വാ. വീണു മോളെ. വീണ എവിടെയാ മക്കളെ? അതിരാവിലെ ഇവിടുന്ന് എഴുന്നേറ്റ് പോയതാ. വിളിച്ചിട്ട് കാണുന്നുമില്ല. അതെ അമ്മേ, വെളുപ്പിനെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാന്നാ പറഞ്ഞത്. തനിച്ചോ? ഒന്ന് കുളിക്കേണ്ട കാര്യമുള്ളൂ, ഞങ്ങൾ കൂടെ വരാന്ന് പറഞ്ഞതാ. അവള് കേട്ടില്ല. എന്താ ഈ കുട്ടി കാണിക്കുന്നേ? ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അവള് പോയി വരാറുള്ളതല്ലേ അമ്മേ. ഇപ്പൊ ഇങ്ങെത്തും. നകുലേട്ടനോട് സഹദേവേട്ടനോടും വേണമെങ്കിൽ അന്വേഷിച്ച് പോവാൻ പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ പേടിയും വെറുതെയാ. എല്ലാ ശ്വാസത്തിലും ദേവിയെ വിളിക്കുന്നവളെ ദേവി കാക്കാതിരിക്കോ? കാക്കും, ഉറപ്പ്. എന്റെ കുട്ടിക്ക് ഒരു ആപത്തും വരാതെ ദേവി കാത്തോളും. ഇത്
ഇതെന്താ മക്കളെ, നിങ്ങളുടെ മുഖത്തൊരു പരിഭ്രമം പോലെ? ഏ ഒന്നുമില്ല അമ്മേ. പതിവില്ലാതെ പുലർക്കാലെ എഴുന്നേറ്റു. എന്തു പറ്റി? അത് എന്നും ഉറങ്ങാൻ കിടക്കുമ്പോ ഞങ്ങൾ തമ്മിലൊരു തീരുമാനം എടുക്കും. വീണയും അമ്മയും ഉണരുമ്പോ ഒപ്പം ഉണരണം, ജോലികൾ ചെയ്യണമെന്നൊക്കെ. പക്ഷേ സാധിക്കാറില്ല. ഇന്നാ സാധിച്ചത്. നന്നായി. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നേരത്തെ എഴുന്നേറ്റു. പെട്ടെന്ന് കുളിച്ചു വന്ന് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കൂ. അപ്പോഴേക്ക് അവളും വരുമല്ലോ. ശരി അമ്മേ. അമ്മേ ഭഗവതി, ഭക്തവത്സലേ, നീ തന്നെ തുണ. അയ്യോ, ഇപ്പൊ പറഞ്ഞതൊക്കെ അമ്മ വിശ്വസിച്ചു. ഇനി അവള് തിരിച്ചെത്താതാകുമ്പോ നകുലേട്ടൻ വരട്ടെ, എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നീ വാ. കുഴിച്ചിട്ടോ? കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാ? ആ ചെമ്പനും കൂട്ടത്തിലൊരുത്തനും. ബോധമില്ലാത്ത വർഗങ്ങളാണ്. പുറത്ത് പറയൂ. അതുണ്ടാവില്ല. പുറത്തറിഞ്ഞ കൊന്നുകളയുന്നതിനെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കൈ നിറച്ച് പണവും കൊടുത്തു. മണ്ണിട്ട് മൂടുന്ന സമയത്തും അവളുടെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുകയായിരുന്നു. പേര് നോക്കാൻ പോലും പേടിയായിരുന്നു. അതെ, ജീവനുണ്ടെന്ന് തോന്നും പോലെ. രാധികെ, അമ്മ അവളെ തിരക്കിയോ? തിരക്കി. ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ക്ഷേത്രത്തിൽ പോയിരിക്കുമെന്നാ ഞങ്ങള് പറഞ്ഞത്. അവള് തിരിച്ചെത്താതാകുമ്പോ അമ്മ ബഹളം ഉണ്ടാക്കില്ലേ? അതിന് ഒരു മാർഗ്ഗമേ ഉള്ളൂ. അമ്മയോട് ഒരു ഇല്ലാ കഥ കൂടി പറയേണ്ടി വരും. അടങ്ങി ഒതുങ്ങി കഴിയുന്നവളാണെങ്കിലും അവൾക്ക് പുറത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. ജാതിയിൽ ഹീനനായതുകൊണ്ട് നമ്മളോട് ആരോടും പറയാതെ അവൾ അവനോട് അങ്ങ് പോയി. അവളെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറഞ്ഞ അമ്മ വിശ്വസിക്കില്ല. വിശ്വസിപ്പിക്കണം. അവളുടെ അമ്മ ഇതേ സ്വഭാവം കാണിച്ചവരല്ലേ? മകളും അതേ സ്വഭാവം കാണിച്ചു എന്ന് പറയണം. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും പേടിക്കണ്ട. അവൾ ഒരു ഹീനജാതിക്കാരൻ്റെ കൂടെ പോകുന്നത് കണ്ടു എന്ന് ഇവിടെ വന്ന് പറയാൻ ഞാൻ ആളുകളെ ചട്ടം കെട്ടിയിട്ടുണ്ട്. അവരത് ഭംഗിയായി ചെയ്തോളും. അവളുടെ മരണത്തിൽ കരയാൻ നമുക്ക് യോഗമില്ല. പക്ഷേ അമ്മയുടെ മുന്നിൽ അവളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയാൻ യോഗമുണ്ട്. എല്ലാവരും അതങ്ങ് ചെയ്താൽ മതി. ഞാനൊന്ന് തല തോർത്തട്ടെ. രാധിക വരൂ. സഹദേവ, ആ, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ഇളയച്ച, തല നന്നായിട്ട് തോർത്തിളയച്ച. വെളുപ്പിന് ഈ മഴയത്ത് എവിടെ പോയതാ? തല തുടയ്ക്ക്. അതോ ഞാൻ തുടച്ചു തരണോ? ഞാൻ തുടച്ചു തരാം. പിടിക്കില്ലേച്ച, ഞാൻ തോർത്തിത്തരാം. തോർത്തിക്കോ? പിടിക്കില്ലേച്ച, പിടിക്ക്. ഞാൻ തോർത്തിത്തരട്ടെ. പിടിച്ചോ? അയ്യോ അയ്യോ അയ്യോ, എന്ത് പറ്റി? എന്താ? എന്താന്ന്? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ? അയ്യോ, എന്താ? എന്താ? അയ്യോ, ഞാൻ കൊണ്ടുവരാം. രാധിക തിളപ്പിക്കാൻ വെച്ചതായിരിക്കും.
നന്നായി ആറ്റിക്കൊടുക്കളേമ്മേ. തിളപ്പിച്ചാറ്റിയ വെള്ളമല്ലേ ഇളയച്ചന് ഇഷ്ടം? അയ്യോ 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 എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അടുക്കളയിൽ ചെന്നപ്പോ അവിടെ ആ വീണ ഇളയച്ചന് വെള്ളം ആറ്റി കൊടുക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാനും അവളെ കണ്ടു. എനിക്ക് തലതുടയ്ക്കാൻ തോർത്തെടുത്തെന്ന് അവളാ. അവളെ മാത്രമല്ല കണ്ടത്, കൂടെ ഒരു ദേവി രൂപവും. തുറിച്ച കണ്ണോടെ ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഞാനും ആ കാഴ്ച തന്നെയല്ലേ കണ്ടത്. കൊണ്ടുപോയി കുഴിച്ചിട്ട് അവള് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞാ നമുക്ക് സഹദേവനെ ഒന്ന് വിളിച്ചാലോ? വേണ്ട, നമുക്ക് ഭ്രാന്തെന്നേ പറയൂ. മനോവിഭ്രാന്തിയുടെ പേര് നമ്മളെ പരിഹസിക്കും. പക്ഷെ രേണുകെ, അവൾ ഇവിടെ ഇവിടൊക്കെ തന്നെ ഉണ്ട്. അയ്യോ, ഇവിടെ തന്നെ ഉണ്ട്. എല്ലാത്തിനും കാരണം ആ നശിച്ച വിഗ്രഹമാ. ഇനിയെങ്കിലും അതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇനി ഇങ്ങനെയുള്ള തോന്നലുണ്ടാവും. നമുക്ക് ജോത്സ്യനെ കാണണം. ഇനി ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. വേണം. ഇനി ഒരു വട്ടം കൂടി അങ്ങനെ ഒരു കാഴ്ച കാണാൻ എനിക്ക് വയ്യ. കണ്ടാ ചിലപ്പോ എന്റെ ജീവൻ തന്നെ പോവും. അവളെ സൂക്ഷിക്കണം. അവക്ക് ദേവിയോടുള്ള ആരാധന കഴിഞ്ഞ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും ശ്രദ്ധിക്കണം. അപകടം നമുക്ക് പിന്നാലെ ഉണ്ടേ. അയ്യോ, ഞാൻ ഇനി പുറത്തൊന്നും ഇറങ്ങുന്നില്ല. ഒന്നിച്ചിരിക്കാം നമുക്ക്. വാ. രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. എന്തേ വന്നില്ല? എന്തേ മറുപടി പറയാത്തത്? എന്താ മനസ്സില്? ഇവിടെ വരുന്നത് രാധിക അറിയുമോന്നുള്ള പേടിയാണോ? അല്ല. എന്നാ പറയുക. ഇന്നലെ എന്നെ എന്തിനാ നിരാശയാക്കിയത്? അത് ഇന്നലെ കോവിലകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. നേരം വെളുക്കും വരെ ഏട്ടൻ തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ? ഞാൻ ഉറക്കം ഉളച്ചത് വെറുതെ ആയി. ഉറങ്ങാത്തോണ്ടാണോ മുഖത്തെ ക്ഷീണവും വല്ലായികയൊക്കെ? ഒന്നുമില്ല. ചില തടസ്സങ്ങൾ ഉണ്ടായത് ഇന്നലെ രാത്രിയോട് ഒഴിഞ്ഞു. എന്ത് തടസ്സം? നമുക്കിടയിലെ തടസ്സം രാധികയല്ലേ? പറഞ്ഞു വിട്ടു അവളെ. രാധികയേക്കാൾ വലിയ ഭീഷണി ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയാണ് ഒഴിഞ്ഞു പോയത്. ഇനി നോക്കിക്കോളൂ. നീ എന്നോട് പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിനക്ക് സാധിച്ചു തരും. സത്യം? അതെ. നിന്നെ പൊന്നുകൊണ്ട് മൂടും ഞാൻ. കൊട്ടാരത്തിൽ വാഴിക്കും. നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരാൻ വലിയൊരു ദാസിപ്പട തന്നെ ഉണ്ടാവും. കേൾക്കാൻ ഇമ്പമുണ്ട്. കേൾക്കാൻ മാത്രമല്ല, അധികം വൈകാതെ എല്ലാം നടക്കുകയും ചെയ്യും. അപ്പോ വിശ്വസിക്കുമല്ലോ അല്ലേ? സഹദേവൻ തമ്പുരാന്റെ വരവും പോക്കും ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ചില ചോദ്യങ്ങളൊക്കെ എന്റെ നേർക്കും വരുന്നുണ്ട്. പക്ഷേ സ്വന്തമെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനൊരു ദിവസം ഉണ്ടാവും. അപ്പോ രാധിക? ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യം മുഴുവൻ കാണുന്നത് നിന്റെ മുഖത്താണ്. കളിതമാശകൾ പറയുവാനും രസിപ്പിക്കുവാനുമുള്ള നിന്റെ കഴിവ് വേറൊരു പെണ്ണിനുമില്ല. രാധികയെ മുറപ്രകാരം താലി ചാർത്തിപ്പോയി. പറ്റിപ്പോയൊരു തെറ്റ്. അടുക്കള പുറത്തോ കുളത്തിലോ ഒരു ദിവസം രാധികയുടെ ശവം കിടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന യുദ്ധമാണ്. വീണ
വീണ നീ എന്താ എന്ത് പറ്റി തമ്പുരാൻ? ഓ, എന്താ ഓ, പോവാൻ. എന്താ എന്താ എന്നെ തമ്പുരാൻ? തുടരുത്. തമ്പുരാൻ. മാറി നിൽക്ക്. ഓ. ഇളയമ്മ കുളിക്കാൻ വന്നില്ലേ? വാ വാ ഇളയമ്മേ, എന്തിനാ മടിച്ചു നിൽക്കുന്നേ? വാ. എന്താ രാധികേ? എന്താ? കുളിക്കടവില് ഞാൻ അവളെ കണ്ടു. എന്നെ അവളെ കുളിക്കാനായിട്ട് വിളിച്ചു. കൊല്ലാൻ. അവളെ ഞാനും കണ്ടു. എവിടെ വെച്ച്? അത് പിന്നെ വേറൊരു സ്ഥലത്ത് വെച്ച്. വേറൊരു സ്ഥലം എന്ന് വെച്ചാ വേറെവിടെയാ നിങ്ങൾ പോയത്? എന്റെ രാധികെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അവള് നമ്മുടെ പുറകെ ഉണ്ട്. ഇളയമ്മേ, എന്താ? അവളുടെ ശബ്ദമല്ല കേട്ടത്. ഞാൻ കേട്ടില്ല. ഇളയച്ചാ. എന്താ? അവള് ഇളയച്ചാന്ന് വിളിച്ചു. നീ കേട്ടില്ലേ? ഞാൻ കേട്ടില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താ. എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. അതാ നല്ലത്. അവിടെ ആകുമ്പോ ഏട്ടനും ഇടത്തി ഉണ്ടല്ലോ. വാ. എന്നാലും നിങ്ങൾ എവിടെയാ പോയത്? മിണ്ടാതെ വരാനാ പറഞ്ഞത്. കുളത്തിൽ നിന്ന് അവള് പൊന്തി വരുന്ന കണ്ടപ്പോ എന്റെ സകല നാടികൾ സ്തംഭിച്ചു പോയി. എങ്ങനെയാണ് അവിടെ നോടി രക്ഷപ്പെട്ടതെന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. പുറത്തിറങ്ങാൻ തന്നെ പേടിയാവുകയാ. അവളുടെ നോട്ട അത്തരത്തിലാണ്. നകുലേട്ടൻ ആദ്യം അവളെ കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അടുക്കളയില് എനിക്ക് നേരെ നിന്നത് അവള് തന്നെയാ. മരണം അത്തരത്തിലുള്ളതല്ലേ? ആത്മാവ് അലഞ്ഞു നടക്കും. ആത്മാവായിട്ടല്ല, ജീവനോട് അവളെ കാണുക തന്നെയാണ്. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ആത്മാവിന് പകയുണ്ട്. അമ്മയുടെ ചിരിയാണല്ലോ. ആരെങ്കിലും ഉണ്ടോ അമ്മയുടെ അടുത്ത്? ആരും വന്നിട്ടില്ലല്ലോ. ഒന്ന് വന്ന് നമുക്ക് പോയി നോക്കാം. നീ ഒന്ന് പോയി നോക്കണേ. ഞാൻ തനിച്ച് എങ്ങോട്ടുമില്ല. ആരും ഒറ്റ തിരിഞ്ഞ് നടക്കേ വേണ്ട. എപ്പോഴും എല്ലാരും ഒന്നിച്ച്. വരൂ. എന്നിട്ട് നീ എന്താ ആ ചെക്കനോട് പറഞ്ഞത്? ഞാൻ എന്തു പറയാനാ, എന്നും ക്ഷേത്രത്തിൽ വരുമോന്ന് ചെറുക്കൻ എന്നോടൊരു ചോദ്യം. ആ, എന്തിനാണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. കാണാൻ വേണ്ടിയാണെന്നാ മറുപടി. ഈ കാഴ്ചയുടെ കാര്യം എന്റെ ഇളയച്ചന്മാരറിഞ്ഞാ തല്ലിക്കൊല്ലൂന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ആ ചെക്കൻ നിന്ന ഭാഗത്തൊരു പുൽനാമ്പ് പോലും ഇല്ല. നിന്നെ പോലുള്ള സുന്ദരി കുട്ടികൾ പുറത്തിറങ്ങുമ്പോഴേ ചെറുക്കന്മാര് പുറകെ വരും. അവര് ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞെന്നും ഇരിക്കും. എന്നെ ഇപ്പോ ഒരാളും ആഗ്രഹിക്കണ്ട. വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്റെ ശക്തി എന്താണെന്ന്. എന്താ നകുലേട്ട ഈ നടക്കുന്നത്? അമ്മയുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നത് അവള് തന്നെയല്ലേ? ആത്മാവൊന്നുമല്ല, ഇതിപ്പോ പച്ച ജീവനോടെയല്ലേ അവൾ അമ്മയോടൊപ്പം ഇരിക്കുന്നത്. ഏട്ടാ, നമുക്കെന്തോ അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. എന്താ നീ പറയുന്നത്? അവളുടെ ശ്വാസം എടുത്തത് നമ്മളല്ലേ? അവളെ കുഴിച്ചിട്ട് നമ്മൾ തന്നെയല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ അവള് ശരിക്കും മരിച്ചിട്ടുണ്ടോ? കൂടെ വന്ന സേവകര് കുഴി മാന്തി പുറത്തെടുത്തതാണെങ്കിലോ? എന്തൊക്കെ ഭ്രാന്ത നിങ്ങൾ ഈ പറയുന്നത്? ഏട്ടാ, അവര് പറയുന്നതിന് എന്താ കുഴപ്പം?
സത്യത്തില് അവളെ നമ്മൾ കൊന്നിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് ആ കുഴിയൊന്ന് മാന്തി നോക്ക്. അവളുടെ ശരീരം അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് അവളുടെ ആത്മാവ് തന്നെ നമുക്ക് ഉറപ്പിക്കാം. നീ വാ, ഈ പരീക്ഷണം ഇനി അധികം തുടരാൻ അനുവദിച്ചുകൂടാ. വാ. സൂക്ഷിച്ചു പോണേ. അവരോട് എന്തിനാ സൂക്ഷിക്കാൻ പറയണേ? അവളിപ്പോ ഇവിടെയല്ലേ ഉള്ളത്, സൂക്ഷിക്കേണ്ടതേ നമ്മളാ. അവിടെ രാധികെ, അവളുടെ ശവശരീരം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടത്തി. ഇതെന്തോ നമ്മുടെ നാശത്തിനാണോ? നമുക്ക് കൂടി പോയാ മതിയായിരുന്നു. പേടിച്ച് വിറച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. എന്റെ അവസ്ഥ അത് തന്നെയാ. മുഖത്തെ ആ തുണിയൊന്ന് മാറ്റിക്കേ. ഇളയമ്മമാര് രണ്ടുപേരും എന്താ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നേ?